തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിലും നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ ആരംഭത്തിലെ 7 വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവയെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് കഴിയുന്ന സാഹചര്യത്തിൽ എഴുതിയ ലേഖനമാണല്ലോ ഫിലിപ്പി ലേഖനം. ആ സാഹചര്യം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നാം ഈ ഭാഗം ചിന്തിക്കുവാനായിട്ട്. പൗലോസിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് ഫിലിപ്പിലുള്ള വിശ്വാസികളെ വിവിധ നിലകളിൽ സംബോധന ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. സഹോദരന്മാരെ, പ്രിയരെ എന്നൊക്കെ താൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇവിടെ താൻ അവരെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ ഒന്ന് ചിന്തിക്കുക. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലൻ അവരെ പരിഗണിക്കുന്നത് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെന്നുള്ള നിലയിലാണ്. മാത്രമല്ല അടുത്ത വാക്ക് നാം വായിക്കുന്നു, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, മൈ ജോയ് ആൻഡ് മൈ ക്രൗൺ. അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ഫിലിപ്പിയിലെ വിശ്വാസികൾ അപ്പോസ്തലന്റെ സന്തോഷമാണ്, അപ്പോസ്തലന്റെ കിരീടമാണ്. എന്താണ് അതിന് കാരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ഹൃദ്യമായ ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായുള്ള അവരുടെ സജീവമായ ആത്മീയ നിലവാരം, അതും പൗലോസ് കണ്ടുകൊണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. പൗലോസ് അവർക്ക് വേണ്ടി വളരെ അധ്വാനിച്ചവനാണ്. അനേകരെ കർത്താവിലേക്ക് നടത്തിയവനാണ്. അതോടൊപ്പം തന്നെ തിരിച്ചുള്ള അവരുടെ മനോഭാവം പൗലോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ പുറകിലുള്ള അധ്യായങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഞാൻ 10ഉം 14ഉം വാക്യങ്ങൾ, 4-ാം അധ്യായത്തിന്റെ 10ഉം 14ഉം വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ അവിടെ അവർക്ക് പൗലോസിനുള്ള മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് അത് വായിക്കുന്നത്: നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. പൗലോസിന്റെ സന്തോഷത്തിന്റെ ഒരു കാരണം അവിടെ പറയുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പിന്നെയും വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. അതിന്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഫിലിപ്പിയിലെ വിശ്വാസികള് ഒരു ആത്മാർത്ഥമായ ബന്ധം പൗലോസുമായിട്ട് പുലർത്തിയിരുന്നു. പൗലോസിന് വേണ്ടി വിചാരപ്പെടുന്ന ഒരു മനോഭാവം, പൗലോസിന് വേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറുള്ള ഒരു മനോഭാവം, പൗലോസിന്റെ കഷ്ടതയില് പൗലോസിനെ സഹായിപ്പാൻ താല്പര്യമുള്ള ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ. അത് പൗലോസിന് ഒരിക്കലും നിഷേധിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് അവരെ ആ നിലയിൽ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ പ്രിയരും എൻ്റെ വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന്റെ സന്തോഷമാണ് ഫിലിപ്പിയിലെ വിശ്വാസികൾ. പൗലോസിന്റെ കിരീടമാണ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ. ഇവിടെ മാത്രമല്ല, നിത്യതയിലും പൗലോസിന് അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു പറ്റം വിശ്വാസികളായിരുന്നു ഫിലിപ്പിയിൽ ഉണ്ടായിരുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരനുഭവമാണ് ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് പറയുവാനുള്ളത്. അവരോട് പൗലോസിന് പറയുവാനുള്ളത് എന്താണ്? ചില നിർദ്ദേശങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അവർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില കൽപ്പനകൾ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയുവാനായിട്ട് കഴിയും. എന്താണ് അവിടെ പറയുന്നത്? 1-ാം വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിലുള്ള പൂർണ്ണ ആശ്രയത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുക. സ്റ്റാൻഡ് ഫാസ്റ്റ്, അതാണ് അതിന്റെ ഇംഗ്ലീഷ് പദപ്രയോഗം.
കർത്താവിന് വേണ്ടി ശക്തമായ നിലയിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുന്ന അനുഭവം. അതിന്റെ മിലിറ്ററി ഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്: റിമെയിൻ ഇൻ അറ്റൻഷൻ പൊസിഷൻ റിഗാർഡ്ലെസ് ഓഫ് ദി സിറ്റുവേഷൻ. ഏത് സാഹചര്യങ്ങളായാലും ചുറ്റുപാടുകളിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കണ്ടാലും അതിനെ അതിജീവിച്ച് ധൈര്യമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൗലോസ് ഫിലിപ്പിയുള്ള വിശ്വാസികളെ ഓർപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ നിലനിൽക്കണം. പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകാം. പൗലോസ് വലിയ പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും പൗലോസിന് അത് വിഷയമായിരുന്നില്ല. എന്തുകൊണ്ടാണ്? കർത്താവിൽ നിലനിൽക്കുവാനുള്ള അവന്റെ ആഗ്രഹം. താൻ മുന്നിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തില് പതറാതെ പൗലോസ് നിന്നുകൊണ്ട് ഫിലിപ്പിയുള്ള വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കണം. ആ പ്രയോഗം നാം ചിന്തിക്കേണ്ടതാണ്. കർത്താവിൽ നിലനിൽക്കുക, കർത്താവിനുള്ള ആശ്രയത്തോടുകൂടെ നിലനിൽക്കുക. ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ആ നിലയിൽ എത്രമാത്രം കഴിഞ്ഞ നാളുകളിൽ നിലനിൽക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജീവിത നിലവാരത്തിൽ നമുക്ക് എങ്ങനെയാണ് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. പൗലോസ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കണം. രണ്ടാമത്തെ പദപ്രയോഗം അല്ലെ രണ്ടാമത്തെ കൽപ്പന എന്നുള്ളത് രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണത്? കർത്താവില് ഏക ചിന്തയോടിരിക്കണം. വിശ്വാസികളെ പൗലോസ് വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ യുവതിയും സുന്ദരിയും അവരോടുള്ള ബന്ധത്തിലാണ് അത് ഓർപ്പിക്കുന്നത്. അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അത് വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും പ്രതിസന്ധികളുണ്ട്, അന്യോന്യമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഏക ചിന്തയോടിരിക്കണം, ഏക മനസ്സോടുകൂടെ ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ടു എഗ്രി ഇൻ ദ ലോർഡ്. ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ ഏക ചിന്തയോടെ തന്നെ ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ളത് പൗലോസ് വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഏക ചിന്തയോടെ എന്ന് പറഞ്ഞാൽ? ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏക ചിന്ത അല്ലെങ്കിൽ ഒരേ കാര്യത്തിന് ഏക അഭിപ്രായം. പൂർണ്ണമായ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ അത് സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ആത്മീയ മേഖലയിലെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏക ചിന്തയോടെ ഏക അഭിപ്രായത്തോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീർന്നു. പൗലോസ് ഈ വാക്ക് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഓർപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. അവരുടെ നടപ്പ് ഏത് നിലയിലായിരിക്കണം എന്നുള്ളത് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എതിരാളികളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഏകാത്മാവിൽ നിലനിൽക്കണം, ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. അതാണ് പൗലോസിനെ അവരെ ഓർപ്പിക്കുവാനുള്ളത്. ദൈവമക്കളെ, ഏക മനസ്സോടെ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം ഇതായിരിക്കണം. ദൈവമക്കൾ തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കണം. ഏക മനസ്സോടെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീരണം. മാത്രമല്ല 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു പ്രയോഗം: നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പൗലോസിന്റെ സന്തോഷം പൂർണ്ണമാക്കുവാനുള്ള മുഖാന്തരങ്ങൾ എന്താണ്? അവിടെ പല പ്രയോഗങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്തൊക്കെയാ ഞാൻ വായിച്ചത്? 2-ാം വാക്യത്തില് ഏക മനസ്സ് നമുക്ക് ഓർത്തതാണ്. അതുപോലെ തന്നെ ഏക സ്നേഹം കൊണ്ട് ദൈവവുമായുള്ള സജീവമായ ബന്ധത്തിൽ മുൻപോട്ട് പോകണം. അതുപോലെ തന്നെ ഐകമത്യപ്പെട്ട്, അടുത്തത് നാം വായിക്കുന്നത് ഏക ഭാവമുള്ളവരായി. ഈ നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നിലയിലുള്ള അനുഭവത്തിൽ കൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന്റെ സന്തോഷം പൂർണ്ണമാകുന്നത്. ഫിലിപ്പിയുള്ള വിശ്വാസികള് ആ ഏകഭാവത്തിലും ഏകചിന്തയിലും ഏക സ്നേഹത്തിലും മുൻപോട്ട് പോകുമ്പോൾ പൗലോസിന്റെ സന്തോഷം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്, എന്റെ സന്തോഷവും എന്റെ കിരീടവുമായുള്ളവരെ. ദൈവമക്കളെ, നമുക്ക് കർത്താവിലുള്ള ആശ്രയത്തോടുകൂടെ നമ്മൾ ഇവിടെയൊക്കെ ഓർപ്പിക്കുമ്പോൾ കർത്താവിന്റെ നിലനിൽപ്പിൻ ഇവിടെ വായിക്കുന്നു. അതുപോലെ കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പിൻ. കർത്താവിന്റെ സാന്നിധ്യത്തില് ഈ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനായിട്ട് ഇടയായി തീരണം. അല്ലെങ്കിൽ കർത്താവിന്റെ കർത്തൃത്വത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ നിലയിൽ ഏകഭാവമുള്ളവരായിട്ട് ഏക ചിന്തയോടെ മുൻപോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കർത്താവാണ് നമ്മുടെ തല. ആ തലയുടെ കീഴിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ തലയെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരുപോലെയുള്ള ഉത്തരവാദിത്വമാണ്. ദൈവമക്കളെ, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആ നിലയിൽ കർത്താവിന് ഹിതകരമായ
നിലയിൽ മുൻപോട്ട് പോകുവാൻ തക്കോണം, ഏക ചിന്തയോടെ മുൻപോട്ട് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 133 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. ഏറ്റവും മനോഹരമായ അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ഏകചിന്തയോടെ വസിക്കുന്നത്. ദൈവമക്കളായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ദൈവം ആ നിലയിൽ വഴികൾ ഒരുക്കട്ടെ, അനുകൂലമായ സാഹചര്യങ്ങൾ നൽകട്ടെ. മൂന്നാമതായിട്ട് നമുക്ക് 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ, എങ്ങനെയുള്ള എല്ലാം വൈഷമ്യങ്ങൾ കടന്നു വരാം. ചിലപ്പോൾ നമുക്ക് അനുകൂലമായ പ്രതികൂലമായ അനേക സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ ആലോചന നമുക്കുള്ളത് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണമെന്നാണ്. പ്രതിസന്ധികൾ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ? പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ആ നിലയിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയുമോ? പ്രതിസന്ധികളുടെ മധ്യത്തിൽ, വൈഷമ്യങ്ങളുടെ മധ്യത്തിൽ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുമോ? കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തു പോയപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സഹോദരിയാണ് ക്ലാരമ്മ എന്ന് പറയുന്നത്. കുടിയാൻമലയുള്ള ഒരു സഹോദരിയാണ്. ആ ഭവനത്തിൽ ഞങ്ങൾക്ക് 1 മണിക്കൂറിൽ കൂടുതൽ ചെലവഴിപ്പാനായിട്ട് അവസരങ്ങൾ ലഭിച്ചു. ആ സഹോദരിയിൽ നിന്ന് അനേകമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായി. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം ഇന്നും നിലനിർത്തുന്ന ഒരു സഹോദരിയാണ്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഒരേ കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. ഒന്ന് തിരിയാൻ പോലും സ്വയമായിട്ട് കഴിയുകയില്ല. ഒരു കയറ് കെട്ടിയിട്ടിട്ട് അതേ പിടിച്ചിട്ടാണ് അല്പം പൊസിഷൻ ഒന്ന് മാറ്റുന്നത്. തന്റെ ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് ഒരു പ്രതികൂലമായിട്ട് അല്ലെ ദൈവസ്നേഹത്തിന് തടസ്സമായിട്ട് ഒന്നും തന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. തന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തന്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച ഒരു പ്രതിസന്ധി പറഞ്ഞപ്പോഴേ എങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥയെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. താൻ ആരംഭ കാലഘട്ടത്തിൽ സാമുദായിക ബന്ധത്തിൽ നിലനിന്ന് രക്ഷിക്കപ്പെട്ടു. സന്തോഷകരമായ അനുഭവത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവിടെ തുടർന്ന് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. പള്ളിയിൽ നിന്ന് തടസ്സങ്ങളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ തനിക്ക് എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോകണം, യോഗത്തിന് പോകണം, ഞായറാഴ്ച യോഗത്തിന് എവിടെ സാധ്യതയുള്ളത്? അടുത്ത് നമ്മുടെ സഹോദരന്മാർ കൂടി വരുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ അവിടെ പോകാനുള്ള താല്പര്യം തന്നെ ഉളവായി. അങ്ങനെ താൻ അതിന് ശ്രമം നടത്തി. വീട്ടുകാരെ സമ്മതിക്കുകയില്ല, ഭർത്താവ് സമ്മതിക്കുകയില്ല. ഭർത്താവ് മുഴുകുടിയനാണ്, മുഴുവൻ സമയവും ആ നിലയിലാണ് തന്റെ ജീവിതം നയിക്കുന്നത്. ഭയമാണ് എങ്ങോട്ടെങ്കിലും പോകാൻ. താൻ സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ക്ലാസ്സുകളൊക്കെ നടത്തി അങ്ങനെയുള്ള നല്ല നിലയിൽ ജീവിതം നയിക്കുന്ന ഒരു സഹോദരി. ഒടുവിൽ താനൊരു തീരുമാനത്തിലെത്തി. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ, എങ്ങനെയെങ്കിലും മീറ്റിങ്ങുകൾക്ക് പോകണം. എൻ്റെ കയ്യിലെ വളയുണ്ട്, എൻ്റെ കഴുത്തിൽ മാലയുണ്ട്, മോതിരമുണ്ട്. ഭർത്താവിനോട് ഒരു ദിവസം പറഞ്ഞു, എന്നെ ഈ യോഗത്തിന് മീറ്റിങ്ങിന് കൊണ്ടുവിട്ടാൽ ഇത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് ഊരി തന്നേക്കാം. എൻ്റെ സ്വർണം മുഴുവനും നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് വിനിയോഗിച്ചുകൊള്ളുവാനായിട്ട് താൻ അനുവാദവും കൊടുത്തു. ഭർത്താവിന് അല്പം ഭയം. കുറച്ച് കഴിയുമ്പോൾ നീ വീണ്ടും തിരികെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങി. അങ്ങനെ ചോദിക്കുമോ? ഇല്ല. പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് ആ സ്വർണം മുഴുവനായിട്ട് ഊരി ആ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അടുത്ത ഞായറാഴ്ച മുതൽ യോഗത്തിന് പോകാനും തുടങ്ങി. ആ ഭർത്താവ് ആ സഹോദരിയെ ഞായറാഴ്ച യോഗത്തിന് കൊണ്ടുവിട്ടിട്ട് പോയി. അങ്ങനെയാണ് തനിക്ക് യോഗത്തിന് പോകാൻ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉളവായി. ദൈവമക്കളെ എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണ്, എത്രനാൾ അധ്വാനിച്ചതായ സമ്പത്ത് അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയ സ്വത്താണ് യോഗത്തിന് പോകാൻ വേണ്ടി, ഞായറാഴ്ച യോഗങ്ങൾക്ക് സംബന്ധിക്കുവാൻ വേണ്ടി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു, വിട്ടുകൊടുത്തു. നമ്മളെ കൊണ്ട് സാധിക്കുമോ? കർത്താവിന് വേണ്ടി ആ നിലയിൽ നിൽക്കുവാനായിട്ട്, ത്യാഗം സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മെ തന്നെ ഈ സന്ദർഭത്തിൽ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായി തരട്ടെ. നമുക്ക് എത്രമാത്രം ആ നിലയിൽ ദൈവസേനയിൽ നമ്മെ തന്നെ താഴ്ത്തുവാനും വിനയപ്പെടുത്തുവാനും വിധേയപ്പെടുത്തുവാനുമായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവില് എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും എങ്ങനെയുള്ള വൈഷമ്യങ്ങളുടെ മധ്യത്തിലും കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തരട്ടെ. 4-മതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ താഴെ 5-ാം വാക്യത്തിൽ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. മറ്റൊരു പ്രയോഗം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ജെന്റിൽനെസ് ബി നോൺ ടു ഓൾ. എല്ലാവരും ഒരുപോലെ നമ്മുടെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സൗമ്യത അറിയണം. അതാണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. ഞായറാഴ്ച യോഗത്തിന് വരുമ്പോൾ മാത്രമല്ല, നാം എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ സൗമ്യത മറ്റുള്ളവരറിയുവാനായിട്ട് ഇടയായിട്ടാണ്. അതാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം, നമ്മുടെ ആത്മീയ നിലവാരത്തിന് അനുയോജ്യമായ ഒരു ഘടകം. എന്താ കാരണം?
ഇവിടെ താഴെ പറയുന്നുണ്ട്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇനി അധികം സമയങ്ങളൊന്നുമില്ല. നമുക്ക് സൗമ്യതയോടുകൂടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സൗമ്യത മറ്റുള്ളവർ അറിയട്ടെ. ഏതെല്ലാം പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മെ ശോഭിപ്പിക്കുന്ന അനേക അനുഭവങ്ങൾ ഉണ്ടായാലും അതിന്റെ മധ്യത്തിൽ പതറാതെ നിൽക്കുവാൻ, അതിൽ സൗമ്യതയോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുവാൻ ദൈവമക്കളായിരിക്കും നമുക്ക് വരുന്ന ദിവസം ഇടയായി തരട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവിക കരുതൽ ആ നിലയിൽ അനുഭവിക്കാനായിട്ട് ഇടയായി തരട്ടെ. 1 തെസ്സലോനിക്കർ 2:17 നാം ഇങ്ങനെ വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 2:17 സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. അതിന്റെ തെസ്സലോനിക്കർ 2:17 2 തെസ്സലോനിക്കർ 2:17 അതിനകത്ത് ഇങ്ങനെ നാം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്രയിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം, ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യവും കരുതലും ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയ ജീവിതത്തില് വളരെ ആവശ്യമാണ് എന്നുള്ളത് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലും നമുക്ക് ആ വാക്ക് കാണുവാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ ആരംഭവാക്യം, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് വിശ്വാസികളെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായ. പൗലോസ് ഒരു മാതൃകയാക്കി അവരെ കാണിക്കുകയാണ്. കാരണം അതിനെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഫിലിപ്പിലെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. അപ്പം പൗലോസ് അവർക്കൊരു നല്ല മാതൃകയാണ്. പൗലോസ് ഇവിടെയും മാതൃക കാണിക്കുകയാണ്. 10-ാം അധ്യായത്തിൽ പറയാണ്, 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കാൻ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. പൗലോസിന് സൗമ്യത ലഭിക്കുവാനുള്ള കാരണം ക്രിസ്തുവിന്റെ സൗമ്യതയെ അവൻ മാതൃകയാക്കിയത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയാണ്, എന്റെ സൗമ്യത നിങ്ങളും മാതൃകയാക്കണം. ആ നിലയിൽ സൗമ്യതയുള്ളവരായിട്ട് ക്രിസ്തീയ നയിപ്പാനായിട്ട് പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. മത്തായി 11:29 നമുക്കറിയാം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയ കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്. അപ്പം നാം മാതൃകയാക്കുവാനായിട്ട് പൗലോസ് നമുക്ക് മാതൃകയാണ്, കർത്താവ് നമുക്ക് മാതൃകയാണ്. ദൈവമക്കളെ, നമുക്ക് ആ നിലയിൽ ആ മാതൃകാ ജീവിതം നമുക്കും പിൻപറ്റുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മറ്റൊരു കാര്യം നമ്മുടെ വായിക്കുന്നു 6-ാം വാക്യത്തില്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പൗലോസ് ഫിലിപ്പിയുള്ള വിശ്വാസികൾ ഓർപ്പിക്കുകയാണ്, വറി അബൌട്ട് നത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അതിനൊരു മറുമരുന്ന് പൗലോസ് അവിടെ പറയാണ്. വിചാരപ്പെടാതെ മുൻപോട്ട് പോകുവാൻ, ജീവിക്കുവാനുള്ള ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ട് പൗലോസ് ഓർപ്പിക്കുന്ന എന്താണ്? എല്ലാറ്റിലും, അതിന്റെ താഴെ വായിക്കുന്നു, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുവാൻ ഒരു സ്ഥാനമുണ്ട്. എന്താണ് ആ സ്ഥാനം? എല്ലാറ്റിലും അപേക്ഷയാലും പ്രാർത്ഥനയാലും നിങ്ങളുടെ ആവശ്യങ്ങള് സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയാം. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് സമാധാനം കൈവരിക്കുവാൻ, അല്ലെങ്കിൽ വിചാരപ്പെടാതെ മുൻപോട്ട് പോകണമെങ്കിൽ വളരെ ദൈവകൃപ വളരെ ആവശ്യമാണ്. ഇവിടെ നാം വായിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്താണ് വിചാരപ്പെടുക എന്ന് പറഞ്ഞാല്? നമുക്കറിയാം, നമുക്ക് 2 അനുഭവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒന്ന്, നമ്മൾ കർത്താവിനോടുകൂടിയുള്ള നമ്മുടെ ജീവിതം, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം. അതിന്റെ മധ്യത്തിൽ ചില പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, ഭയപരമായ ചില കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്നിളകും, ചഞ്ചലപ്പെടും. അത് മറ്റൊരു ഡയറക്ഷനിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് ഇടയായിരിക്കും. അതാണ് യഥാർത്ഥത്തില് ചഞ്ചലപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ വായിച്ചതുപോലെ 6-ാം വാക്യത്തിൽ വായിച്ചതുപോലെ വിചാരപ്പെടുന്ന അനുഭവം. കർത്താവിലുള്ള ആശ്രയം നമുക്കുണ്ടെന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ചഞ്ചലപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ 2 ദിശയിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായിട്ടില്ല. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയത്തോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തരണം. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഇടയായിത്തരണം. ഇവിടെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുക. നിങ്ങളുടെ എല്ലാറ്റിലും ഏതെങ്കിലും ചിലതൊക്കെ അർപ്പിക്കാനല്ല പറയുന്നത്, ചില ആവശ്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൽ അർപ്പിക്കുവാനായിട്ടല്ല അവിടെ പേഴ്സണൽ അർപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവസേനയിൽ അർപ്പിക്കണം. ഇവിടെ പ്രത്യേകിച്ച് 3 പദപ്രയോഗങ്ങൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ
നമ്മുടെ 3 മനോഭാവങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, പ്രാർത്ഥന എന്നുള്ളതാണ്. യഥാർത്ഥത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കും എല്ലാ ആവശ്യങ്ങളും കൊണ്ട് ദൈവസന്നിധിയിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥനയ്ക്ക് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്, മറ്റൊരു മീനിങ് ഉണ്ട്. എന്താണത്? നാം ദൈവസന്നിധിയിലേക്ക് കടന്ന് ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരു അനുഭവം, ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം. നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനായിട്ട് തുടർന്ന് പറയുന്നുണ്ടല്ല, അപേക്ഷ. നമ്മുടെ ആവശ്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ അറിയിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറയേണ്ടവരാണ്. അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. ഒന്നാമതായി ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന അനുഭവം. ഇത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഉളവാകേണ്ട ഒരനുഭവമാണ്. ദൈവം ആരാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാൻ സ്വാധീനിക്കുവാനായിട്ട് ഇടയായിട്ടാണ്. ആരാണ് നമ്മുടെ ദൈവം? ദൈവം സ്നേഹസമ്പന്നനാണ്. ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ കുറിച്ച് കാണാൻ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം സ്നേഹസമ്പന്നനാണ്. 1 യോഹന്നാൻ 3:1 നാം ഇങ്ങനെ വായിക്കുന്നു, കാൺമീൻ നാം ദൈവം കിടന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പം നമ്മുടെ ആരംഭം തന്നെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ആ ദൈവസ്നേഹം മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൈവസ്നേഹം അന്ന് മനസ്സിലാക്കി നമ്മൾ ഇന്ന് തുടർമാനമായിട്ട് ആ ദൈവസ്നേഹത്തിൽ നിലനിന്ന് പോരുന്നവരാണ്. അന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹം അത് നമുക്ക് ഒരിക്കലും വിവരിക്കുവാനായിട്ട് കഴിയില്ല. അത്ര വലിയ സ്നേഹം എന്നാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. ഈ സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഈ ദൈവസ്നേഹം, എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് എന്തെങ്കിലും അടുപ്പുണ്ടായിട്ടുണ്ടോ? ദൈവസ്നേഹത്തിന് ഒരിക്കലും യാതൊരു പരിമിതികളുമില്ല, ഒരു കുറവുണ്ടായിട്ടില്ല. ആ ദിവസത്തിൽ എന്നെ സ്നേഹിച്ച അതേ നിലവാരത്തിൽ തന്നെയാണ് ദൈവം ഇന്നും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ആ ദൈവസ്നേഹത്തെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരാം. മാത്രമല്ല, ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. നാം പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയില്ല ഒരു പ്രത്യേക വിഷയം: എന്റെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. എനിക്ക് എന്താണ് ആവശ്യമുള്ളത്, എന്റെ ജീവിത വഴിയിൽ എനിക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത് എന്റെ ദൈവത്തിന് അറിയാം. മാത്രമല്ല, ദൈവം ഇത് തരുവാൻ തക്കവണ്ണം ശക്തനാണ്. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ദൈവം ശക്തനാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായി തരും. നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ദൈവത്തിന്റെ സ്വാധീനത നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്. നമ്മുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മൾ നടത്തിയ വിധങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഞാൻ ഓർപ്പിച്ചു, കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് അനേക പ്രിയപ്പെട്ടവരിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. 23 വർഷമല്ല, 31 വർഷം വരെ കിടക്കയിൽ കിടക്കുന്ന അനേകര് അവരുടെ ജീവിതത്തിൽ അവർക്ക് പറയാനുള്ള ദൈവം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു, ഇത്രത്തോളം ദൈവം നടത്തി, ഒന്നിനും കുറവില്ലാതെ വണ്ണം ദൈവം എന്നെ പുലർത്തി എന്നുള്ളതാണ് അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ള അനുഭവ സാക്ഷ്യം. ദൈവമക്കളെ, ഇന്ന് നാം ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി എത്രയോ വലുതാണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടെ. എഫേസ്യർ 1 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ നാം വായിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കാം. എഫേസോസിലുള്ള വിശ്വാസികളുടെ ബന്ധത്തില് മാത്രമല്ല, 3 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ, എഫേസ്യർ തന്നെ 3 അധ്യായത്തിന്റെ 20 നാം ഇങ്ങനെ വായിക്കുന്നു: ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമായി നമ്മിൽ ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവരുള്ള നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് എത്രമാത്രം ചിന്തിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനാവേളയിൽ നാം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ, വിവിധമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ ഈ ചിന്ത നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, ഭരിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് ആ നിലയിലുള്ള അനുഭവത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തരട്ടെ. ഈ ഫിലിപ്പിലേഖനം 4 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. നമ്മുടെ ആവശ്യങ്ങള് പൂർണ്ണമായിട്ട് തീർത്തു തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുവാൻ, നമ്മെ കരുതുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഈ ചിന്ത നമ്മെ സ്വാധീനിക്കാറുണ്ടോ? നമ്മുടെ ദൈവം എത്ര വലിയവനാണ് നമുക്ക് ചിന്തിക്കാം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മധ്യത്തില് നമുക്ക് എത്രമാത്രം സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം എല്ലാ വിഷയങ്ങൾക്കും നന്ദി പറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന 1 പ്രാർത്ഥന, 2 അപേക്ഷ, 3 സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയുക. സ്തോത്രം, താങ്ക്സ് ഗിവിംഗ്, ഇത് നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തോട് നന്ദി പറയുവാൻ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം നാം നടത്തിയ വിധങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് എത്രമാത്രം നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ കഴിയുന്നുണ്ടോ? പലപ്പോഴും പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് എങ്ങനെയാണ് നന്ദി പറയുവാനായിട്ട് കഴിയുന്നത്? പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് കഴിയുന്നത്? ഒരു വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, റോമർ 8:20. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും.
കൂടി വ്യാപരിക്കുന്നു. അപ്പം ഒരു ദൈവത്തിന്റെ ജീവിതത്തില് അനുകൂലമോ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്? അതിന്റെ അഭിപ്രായം എന്താ? സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. ആ ചിന്ത അവനെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കഴിയും. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തോട് നന്ദി പറ്റുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന എഫേസ്യർ 5:20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തരുന്നത്. ദൈവമക്കളെ, നമുക്ക് ആ നിലയിലുള്ള അനുഭവത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! നമ്മൾ ആരാണ്? നമ്മൾ അവന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവരാണ്. നമ്മൾ അത്രമാത്രം ചിന്തിക്കാറുണ്ട് നമ്മുടെ അനുഭവത്തെക്കുറിച്ച്, നമ്മുടെ നിലവാരത്തെക്കുറിച്ച്. നമ്മൾ എത്ര ഉന്നതന്മാരാണ് ദൈവസേനയിൽ. ദൈവം നമ്മളെ വിലമതിക്കുന്നത് ഏത് നിലയിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഈ അധ്യായത്തിൽ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പൊ പൗരത്വം നമ്മളിവിടെ താൽക്കാലികമായിട്ട് ജീവിക്കുന്നവരെങ്കിലും നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിൽ. സ്വർഗത്തിന്റെ പൗരത്വമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പിതാവിന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവന്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിക്കട്ടെ. ആ ദൈവമുഖത്തേക്ക് മാത്രം നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസേനയില് അറിയിക്കത്രേ വേണ്ടും. 7-ാം വാക്യം, ഇതിനൊരു റിസൾട്ട് ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു റിസൾട്ട് ദൈവം തരാൻ പോവുകയാണ്. എന്താ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ദൈവത്തിന്റെ സമാധാനം എന്ത് ചെയ്യും? നിങ്ങളെ കാക്കും. പീസ് ഓഫ് ഗോഡ് വിൽ ഗാർഡ് യു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമാധാനം നിങ്ങളെ ചുറ്റി സംരക്ഷിക്കും, കാത്തു സംരക്ഷിക്കും. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ദൈവമക്കളെ, നാം ചിന്തിക്കുക. ഒരിക്കല് നമ്മൾ ദൈവമക്കളായി തീർന്നവരാണ്. അന്ന് നമുക്ക് ലഭിച്ച സമാധാനം എന്തായിരുന്നു? റോമർ 5:1 നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മുടെ ശത്രുതയൊക്കെ മാറി. നമ്മൾ മുമ്പേ ശത്രുക്കളായിരുന്നു. ദൈവസേനയിലേക്ക് അടുത്തു പോകാൻ യാതൊരു അർഹതയുമില്ലായിരുന്നു. എന്നാൽ നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു. നമ്മുടെ ശത്രുത അവസാനിപ്പിച്ചു. ഇന്ന് ദൈവസേനയിലേക്ക് സമാധാനത്തോടുകൂടെ അടുത്തു വരുവാനായിട്ട് നമുക്ക് അവസരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാം പറയുന്ന ദൈവിക സമാധാനം, ദൈവ സമാധാനം അതിനേക്കാൾ ഒരുപടിയുടെ മുൻപോട്ട് മാറിയിരിക്കും. അല്പം കൂടെ ഗ്രേഡ് കൂടിയ അനുഭവമാണ് ദൈവ സമാധാനം. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? അവിടെ നാം വായിക്കുന്നു, ഈ അനുഭവം, ഏതനുഭവം? നിങ്ങളുടെ ആവശ്യങ്ങള് എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവസേനയിൽ അറിയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവമാണ് ഈ അനുഭവം, ദൈവസമാധാനം. അങ്ങനെയുള്ള അനുഭവത്തില് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തരണം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങള് സ്തോത്രത്തോടുകൂടെ അപേക്ഷയോടുകൂടെ ദൈവസേനയിൽ അറിയിക്കുമ്പോൾ ആ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളില് നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സൂക്ഷിക്കുവാൻ ആ ദൈവസമാധാനം നമ്മോട് കൂടെയുണ്ട്. സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല ദൈവസമാധാനം. എന്റെ മനസ്സ്, എന്റെ കഴിവ്, ഇതുകൊണ്ടൊന്നും ഈ സമാധാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയില്ല. പിന്നെയോ ഇത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവം തരുന്ന സമാധാനമാണ്. ഞാൻ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വിശദീകരിക്കുവാനായിട്ട് ഒരു വാക്കുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പരിചിതമായ വിഷയമാണ്. ദാനിയേൽ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അത് 6:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ സംഭവം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദാനിയേലിന് എതിരായിട്ടൊരു കൽപ്പന ദാര്യാവേശ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. എന്താ? ആകയാൽ രാജാവെ, അതിന്റെ 7-ാം വാക്യത്തില്, രാജാവെ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജ നിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. പൊതുവെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്താ? അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കുവാൻ യാതൊരു സ്വാതന്ത്ര്യവുമില്ല ആർക്കും. എന്നാൽ ഈ തീരുമാനം ഉണ്ടാക്കിയവർക്ക്, ഈ കൽപ്പന ഉണ്ടാക്കിയവർക്ക് അറിയാം, ദാനിയേല് ദൈവത്തോടല്ലാതെ, ജീവനുള്ള ദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവന് വിരോധമായിട്ട് അവനെ ഈ രാജസ്ഥാനം അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുവാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ടാണ് ഈ കൽപ്പന പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ കൽപ്പന പുറപ്പെടുവിച്ചു ഇരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? ദാനിയേൽ അറിഞ്ഞപ്പോൾ 10-ാം വാക്യത്തില് അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതില് യെരുശലേമിന് നേരെ തുറന്നിരുന്നു.
താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു. ദാനിയേൽ തന്റെ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ദാനിയേലിന്റെ ജീവിതത്തില് വലിയൊരു പ്രതിസന്ധികളുടെ മുഖത്താണ് നിൽക്കുന്നത്. എന്താണ്? രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ലാത്ത ഒരു സാഹചര്യം സംജാതമായി. എന്നാൽ ദാനിയേലിന്റെ ആരംഭം മുതൽ നമുക്കറിയാം, ജീവനുള്ള ദൈവത്തോടല്ലാതെ പ്രാർത്ഥിക്കുകയോ ആ ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ദാനിയേൽ മുൻപോട്ട് പോകുന്നത്. അതിന്റെ 1-ാം അധ്യായം മുതൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങൾ, ദൈവസന്നിധി, അതെല്ലാം പ്രായോഗികമാക്കുവാനായിട്ട് ദൈവം അവനെ സഹായിച്ചു, അനുവദിച്ചു. ഇവിടെയും ദാനിയേൽ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്. അവിടെ ദാനിയേൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ വായിക്കുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം താൻ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയി. ഓരോ ദിവസവും 3 പ്രാവശ്യം. എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? എന്താണ്? അവൻ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനയിൽ ദാനിയേൽ നമുക്കൊരു മാതൃകയാണ്. തന്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരുന്നു? താൻ പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ് താൻ ദൈവസേനയിൽ മുട്ടുകുത്തുന്നത്. രണ്ടാമത് താൻ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, എങ്ങനെയാണ് നന്ദി പറയാൻ കഴിയുന്നത്? ദാനിയേലിന് വിരോധമായ ഒരു പ്രതിസന്ധി സംജാതമായിരിക്കുകയാണ്. രാജകീയ കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ദാനിയേലിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുന്നത്? ദാനിയേൽ സ്തോത്രം ചെയ്തു. അതൊന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയൊന്നും തന്റെ ആത്മീയ ജീവിതത്തെ ഒരു നിലയിലും പുറകോട്ട് വലിച്ചില്ല, അല്ലെങ്കിൽ തന്നെ പിന്നോട്ട് നയിച്ചില്ല എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. താൻ തന്റെ ആവശ്യങ്ങൾ, ആത്മാർത്ഥമായ ആവശ്യങ്ങൾ ദൈവസേനയില് അവൻ അറിയിച്ചു. ദാനിയേല് പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്താണ് താൻ അനുഭവിച്ച ഫലം? നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേലിന് ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. ദാനിയേലിനെ എടുത്ത സിംഹക്കുഴിയിലിട്ടു. രാജാവിന്റെ കൽപ്പന പ്രകാരം ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. സംഭവിച്ചതോ? ദാനിയേൽ വളരെ സന്തോഷകരമായ അനുഭവം പങ്കിടുവാനായിട്ട് ഇടയായി തീർന്നു. എവിടെയാ അനുഭവം? സിംഹത്തിന്റെ മധ്യത്തിലാണ്. സിംഹത്തിന്റെ മധ്യത്തില് തനിക്കിന്ന് സന്തോഷകരമായ അനുഭവം പങ്കിടുവാനായിട്ട് ഇടയായി തീർന്നു. എങ്ങനെയാണ് ഇത് ലഭിച്ചത്? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സമാധാനം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായി. ഇതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. സകല ബുദ്ധിയെയും കവിയുന്ന, മനുഷ്യബുദ്ധി കൊണ്ട് ലഭിക്കുന്ന സമാധാനമല്ല ഇത്. മനുഷ്യന്റെ കഴിവ് കൊണ്ട് ലഭിക്കുന്ന സമാധാനമല്ല ദാനിയേൽ ഇവിടെ അനുഭവിച്ചത്. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം, ദൈവം നൽകിയ സമാധാനം വളരെ വ്യക്തമായ നിലയിൽ അവൻ അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാനിയേൽ ഒരു പ്രശ്നവുമില്ലാതെ സസുഖം ദാനിയേല് ആ സിംഹത്തിന്റെ കുഴിയിൽ, അല്ലെങ്കിൽ സിംഹത്തോട് ചേർന്ന് സിംഹത്തോട് കൂടെ ഉറങ്ങുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ആ അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, ദാനിയേല് ആ സന്ദർഭത്തിൽ ദൈവിക സമാധാനം അനുഭവിച്ചപ്പോൾ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ കൽപ്പിച്ച രാജാവിനോ എന്താണ് സംഭവം? 18-ാം വാക്യത്തിൽ പിന്നെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്നു. എന്തിനു ശേഷം? ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടതിനു ശേഷം രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ചു, രാത്രി കഴിച്ചു. രാത്രിയില് രാജാവിന്റെ ജോലി എന്താ? ഉറങ്ങേണ്ട രാജാവ് ഇപ്പോഴ് ഉപവസിക്കുകയാണ്, ഉറക്കമില്ല, രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല, ഉറക്കം അവനെ വിട്ടുപോയി. രാജാവിന് ഉറക്കമില്ല, എന്നാൽ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ ദാനിയേലോ സത്സുഖം അവന് ഉറങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമക്കളെ, ഇതാണ് ദൈവിക സമാധാനം. യഥാർത്ഥ പ്രാർത്ഥന ലഭിക്കുന്ന ദൈവിക സമാധാനം അനുഭവിക്കാനായിട്ട് ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ നിലവുകളെയും അറിയുന്ന ദൈവം, അതിനെ നിയന്ത്രിക്കുന്ന ദൈവം, ആ സമാധാനത്താൽ അവൻ നമ്മെ നിറയ്ക്കട്ടെ. നാം ഇന്ന് സങ്കീർത്തനത്തിൽ ഓർത്തതുപോലെ 139 സങ്കീർത്തനത്തിൽ നാം വായിച്ചു, അവൻ നമ്മുടെ വാക്കുകൾ, വായിലെ വാക്കുകൾ പോലും ദൈവം അറിയുന്നു. നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം വരുന്ന ദിവസങ്ങളിൽ ധാരാളമായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവന്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അതിന്റെ 5-ാം വാക്യത്തില്, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സമാധാനത്താൽ, ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ വരുന്ന ദിവസം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കണം. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായിട്ട് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കണം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളും നിലവുകളും നിറയപ്പെടുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാണ്.